لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله الولي صلى على خير النبي باسم خير منزلي يا سيدي خير النبي توبة طالبت منك يا شفيع المذنبين ثوبي طاهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله ഓഫറുള്ള സമയത്ത് വാങ്ങിവെച്ചതാ. ഇഷ്ടപ്പെട്ടൊരു സാധനം കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇനി നാട്ടിൽ പോകാൻ വേണ്ടി ലീവ് അടിച്ച് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ വാങ്ങാൻ സമയം കിട്ടിയില്ലെങ്കിലോ, തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ ഇതിന്റെ വില കുറച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓഫറുകൾ ഉള്ള സമയത്ത് വാങ്ങിവെക്കുകയാണ്. പോകുമ്പോൾ ചിലപ്പോൾ വാങ്ങാൻ കഴിയണമെന്നില്ല, അതുകൊണ്ട് വാങ്ങിവെക്കുന്ന ആളുകൾ എത്രയാണ്. ഇനി ഗൾഫിലെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ നിങ്ങൾ നോക്ക്, അവര് കാർഗോയിലെല്ലാം സാധനം അയക്കുന്ന ആളുകളുണ്ട്. നാട്ടിലേക്ക് നാടുകളിലേക്ക് കാർഗോയിൽ സാധനം അയക്കും. അവർ വരുന്നതിന് 2 ദിവസം മുമ്പൊക്കെ സാധനം ഇവിടെ എത്തും, അല്ലെങ്കിൽ വന്ന അന്ന് എത്തും. അങ്ങനെ എത്തുമ്പോൾ അതിന് കാത്തു നിൽക്കാണ് കുടുംബക്കാര്, കൂട്ടുകാര്, മക്കളൊക്കെ. ഇവനെ കാണുന്നതിനേക്കാളും താല്പര്യത്തോടെയാണ് ഇതിന്റെ ഉള്ളിലുള്ള സാധനം കാണാൻ അവര് കാത്തു നിൽക്കുന്നത്. ഇവനെ കാണുന്നതിനേക്കാളും സന്തോഷമാണ് ഇതിന്റെ ഉള്ളിലുള്ള സാധനം കാണുന്നതിന്. സഹോദരങ്ങളെ, അങ്ങനെ സാധനം നേരത്തെ കൊടുത്തയക്കുന്നവരുണ്ട്. അവൻ വരുമ്പോൾ തന്നെ നല്ല കെട്ട് കൊണ്ടുവരികയാണ്. വാഹനത്തിന്റെ മേലെ വെക്കുന്നതിന്റെ ഡിക്കിയൊന്നും അങ്ങോട്ട് അടയുന്നില്ല. വണ്ടി വരുന്നത് കാണുമ്പോൾ തന്നെ പറയാണ്, അമ്മത് നല്ല കെട്ടിയും പെട്ടി എടുത്തിട്ടാണ് ഗൾഫിൽ നിന്ന് വരുന്നത്. എയർപോർട്ടിൽ നിന്ന് വരുന്ന വണ്ടി കണ്ടാ മനസ്സിലാവും ദുബൈയിൽ നിന്ന് വരുന്നതാണ്. കണ്ടോ നിങ്ങൾ, ഡോറൊന്നും അങ്ങോട്ട് അടയുന്നില്ല. ആ നിലക്ക് നല്ല കെട്ടും കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുവരാനാണ് നേരത്തെ ഒരുക്കി വെക്കുന്നത്. അതിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അങ്ങനെ ഒരാൾ വീട്ടിലെത്തിയാൽ കെട്ടങ്ങ് പൊട്ടിച്ചാൽ ഓരോരുത്തർക്കും ഓഹരി വെച്ച് കൊടുക്കാനുള്ളത് ഓരോരുത്തർക്കും കൊടുക്കുന്ന സമയത്ത് ഓരോരുത്തരും സന്തോഷിക്കുകയാണ്. അവരുടെ മുഴുവൻ സന്തോഷത്തിന്റെയും ആകത്തുക ഇവന്റെ കൽബിന്റെ സമാധാനമാണ്. ഇതിന് നല്ല ബഹുമാനമാണ്. ഭാര്യക്ക് കിട്ടുന്ന ഭാര്യന്റെ വീട്ടുകാർക്കും കിട്ടുന്നു. അയൽവാസിക്ക് വരെ ഷർട്ട് പീസ് കൊടുക്കുകയാണ്. ഒന്നുമില്ലാത്തക്ക് പെൻസിലും കട്ടറും കൊടുക്കുകയാണ്. എന്തായാലും കിട്ടാത്തവരില്ല, എല്ലാവർക്കും കിട്ടുമ്പോ അവൻ വലിയ ബഹുമാനമാണ്. സംഘടനയുടെ ആളുകൾ പോകുമ്പോൾ പിരിവ് കൊടുക്കാൻ അവന്റെ കയ്യിലുണ്ട്. പള്ളി കമ്മിറ്റിക്കാർ പോയാലും കൊടുക്കാൻ അവന്റെ കയ്യിലുണ്ട്. അതിനവൻ അധ്വാനിച്ചിട്ടുണ്ട്, അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ സഹോദരങ്ങളെ, ഇനി ഒരാൾ കൊണ്ടുവരുന്ന സമയത്ത്, അവൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു സാധനം എടുക്കാതെ വന്നാൽ, ഒന്നും വാങ്ങാതെയാണ് ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്ന, കാസർഗോഡോട്ട് വരുന്ന പോലെ 2 കൊട്ടയും തൂക്കിയിട്ട് വന്നാൽ അവന്റെ വീട്ടില് വില ഉണ്ടാവൂല. അവന്റെ ഭാര്യ അവനെ ശരിക്കും പേര് വിളിക്കൂല, അവനെ ബഹുമാനിക്കൂല, കൽബിന്റെ ഉള്ളിൽ കയറൂല. മക്കള് പോലും ശരിക്കും ബാപ്പാന്ന് വിളിക്കാൻ മനസ്സ് കാണിക്കും. ഒരൽപ്പം സ്നേഹമുള്ളത് കൂടുതൽ കാണിക്കുന്നത് ഉമ്മയാണ്. ആ ഉമ്മ തന്നെ സങ്കടത്തോടെ വന്നിട്ട് ചോദിക്കും, മോനെ മക്കളില്ലേ, ഈ എന്ത് വരുത്താടോ വന്നത്, ഇങ്ങനെ ഉണ്ടോ ദുബൈയിൽ നിന്ന് വരുത്തുന്നാ ചോദിക്കുക. കെട്ടുകൊണ്ടുവരാതെ വന്നാൽ വീട്ടിൽ സന്തോഷം ഉണ്ടാകൂല. കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് അവന് സമാധാനത്തോടെ വീട്ടിൽ കഴിയാൻ കഴിയൂല. സഹോദരങ്ങളെ, ഇത് പ്രവാസ ലോകത്തുനിന്ന് തിരിച്ചു വരുന്ന, കെട്ടുകൊണ്ടുവരുന്ന, തീർന്നു പോകുന്ന കെട്ടിന്റെ യാത്രയും സൗകര്യവുമാണെങ്കിൽ, ദുനിയാവിന്റെ ഓഫറാണെങ്കിൽ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. അബ്ദുല്ലാഹ്,
കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഅദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. മോനെ അബ്ദുല്ലാ, നീ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരു പ്രവാസിയെ പോലെ ജീവിക്കണം, ഒരു വിദേശിയെ പോലെ ജീവിക്കണം. ഏത് സമയത്തും നാട്ടിലേക്ക് പോകാൻ ഒരുക്കി നിൽക്കണം. നിന്റെ യാത്രക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവനാകണം. നാട് ചിന്തിക്കുന്നവനാകണം. നാടിനെ ഓർമ്മിക്കുന്നവനാകണം. പോകുന്ന സമയത്ത് കെട്ടുകൊണ്ടുപോകാൻ, പോകുന്ന സമയത്ത് സ്വീകാര്യത കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നീ ശരിയായിട്ട് അധ്വാനിക്കണേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, ഈ പ്രവാസ ലോകത്തേക്ക് പോയ ആളുകളിൽ തന്നെ നിങ്ങൾ നോക്കൂ. പല ആളുകളെയും സാധുവായ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അല്ലൈൻ ഭാഗത്തൊക്കെ ഉണ്ട്. അവിടെ ഞാൻ കണ്ടത് ഓഫീസ് ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകള്, ഓഫീസ് ഡ്യൂട്ടിക്ക് 8 മണിക്കൊക്കെ അല്ലെങ്കിൽ 7 മണിക്ക് പോകുന്നവര് സുബഹിക്ക് മുമ്പ്, സുബഹി കഴിഞ്ഞ ഉടനെ സാധാരണ നമ്മുടെ നാട്ടിൽ ചവിട്ടിയിട്ട് പോകണ സൈക്കിള് അത് എടുത്തിട്ട് പോവുകയാണ്. എന്തിനാ പോകുന്നത്? കുറെ കാറുണ്ട് അവർ സ്ഥിരമായിട്ട് കഴുകണ കാറ്, അത് കഴുകാനാ. ആ കാറ് സ്ഥിരമായിട്ട് കഴുകുന്നതാണ് അവര്, അങ്ങനെ കഴുകി കൊടുക്കാൻ പോവുകയാണ്. പിന്നെയോ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞു വന്നാൽ വേഗം പ്രസ് മാറ്റി പിന്നെയും പോവാണ് ഈ സൈക്കിൾ എടുത്തിട്ട്. രാത്രി 11 മണി വരെയൊക്കെ പണിയെടുത്തിട്ട് കാറ് കഴുകിയിട്ട് വരികയാണ്. എന്നോട് തന്നെ ഒരു ഒരാൾ, എന്റെ പരിചയമുള്ള ഒരാൾ പറഞ്ഞു, വെറും പൈസ പിരാന്തന്മാരാ ഉസ്താദേ. അങ്ങനെ പോകുന്നവരെ പറ്റി പറയാണ്, അവൻ വെറും പൈസ പിരാന്തനാണ്. ഞാൻ ആ സമയത്ത് തന്നെ തിരുത്തി കൊടുത്തു, അല്ല നമ്മളാണ് ശരിക്കും ഭ്രാന്തന്മാര്. കാരണം ഞാൻ എന്റെ സുഹൃത്തായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മളല്ലേ ശരിക്കും ഭ്രാന്തന്മാര്. കാരണം അവിടെ പോയിരുന്നിട്ട് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ട് ഷർട്ട് വെച്ചിട്ട് TV കാണുന്നതിനേക്കാളും AC ഇട്ടിട്ട് മുകളിലോട്ടൊക്കെ ഇരിക്കുന്നതിനേക്കാളും എത്രയോ ബുദ്ധിയുള്ളവനാണ്. അധ്വാനിക്കുന്ന പിന്നെയും അധ്വാനം, ഡ്യൂട്ടിക്ക് മുമ്പ് ഡ്യൂട്ടി, ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെയും ഡ്യൂട്ടി. എന്താ കാരണം? ഒരു കാറ് കഴുകിയാൽ സഹോദരങ്ങളെ 200 ദിർഹംസ് 300 ദിർഹംസ് ഒക്കെ ഒരു കൊല്ലത്തേക്ക്, ഒരു മാസത്തേക്ക് കിട്ടുമ്പോ 10 കാറ് കഴിയവൻ ഒരുത്തന്റെ ശമ്പളം കിട്ടുകയാണ് 2-3000 ദിർഹംസ് കിട്ടുകയാണ്. മറ്റവൻ 10 കൊല്ലം നിൽക്കുന്ന സ്ഥാനത്ത് ഇവൻ ഓഫറിന്റെ മേലെ ഓഫർ നോക്കിയപ്പോ 2 കൊല്ലം കൊണ്ട് സമ്പാദിക്കുകയാണ്. അവൻ നാട്ടിലേക്ക് വരുമ്പോ അവനെ സ്വീകരിക്കാൻ ആളുണ്ടാവുകയാ. ഇനി ഞാൻ പറയട്ടെ, അല്ലാഹു നമുക്ക് തന്ന ഈ പ്രവാസ ലോകം, ഈ ദുനിയാവിന്റെ ലോകം, ഇതിൽ നിന്ന് നമ്മൾ കണ്ണടച്ചങ്ങ് പിരിഞ്ഞുപോയാൽ കൊണ്ടുപോകുന്ന കെട്ടില്ലയോ, അത് തൂക്കുന്ന ഒരു സ്ഥലമുണ്ട്. കൊണ്ടുവരുന്ന കെട്ടിന് കനം കൂടിയാൽ അവൻ സന്തോഷമുള്ള ജീവിതത്തിലാണ്. കൊണ്ടുപോകുന്ന കെട്ടിന് കനം കൂടിയാൽ അവൻ നല്ല ഇഷ്ടമുള്ള ജീവിതത്തിലാണ്. എല്ലാവർക്കും സന്തോഷമാണ്. അതേ സമയത്ത് കനം കുറഞ്ഞു പോയാലോ, അവൻ കൊണ്ടുവരുന്ന കെട്ടിന് കനം കുറഞ്ഞാൽ അവൻ ഹാവിയിലേക്കാണ് അവനെ ചേർക്കുക. എന്തേ നബിയെ ഹാവിയ എന്ന് പറഞ്ഞാൽ നാറുൻ ഹാമിയ, അത് കത്തിയാളുന്ന നരകമാണെന്ന് പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, വിദേശത്തുനിന്ന് വരുന്ന ചെറിയ ദുഃഖമല്ല ഇവിടെയുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ 1 ദിവസം 2 ദിവസം കൊണ്ട് തീരുന്ന ദുഃഖമാണ്. അവിടെയുള്ള ദുഃഖം തീരുന്ന ദുഃഖമല്ല. അവിടെയുള്ള സന്തോഷം തീരുന്ന സന്തോഷമല്ല. കിട്ടുന്നവർ കിട്ടുന്ന നിലക്ക് സ്വർഗാവകാശികളെ, നിങ്ങൾ സ്വർഗത്തിൽ തന്നെ കാലകാലം ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവര് കാലകാലം താമസമാണ്. ആ സന്തോഷം പിന്നെ തീരലില്ല. അതേ സമയത്ത് നരകത്തിലേക്ക് കടന്നാലോ ഖാലിദം മുഖല്ലദം ഫീഹാ അബദാ, ഇനി രക്ഷയില്ലെന്ന വിളി വന്നാൽ അതും കാലകാലമുള്ള ജീവിതമാണ്. ثم لا يموت فيها ولا يحيا, പിന്നെ ആ നരകത്തിലും മരണമില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സങ്കടത്തെ പറ്റി പറഞ്ഞത്? നരകത്തെ കാക്കുന്ന നരകത്തിന്റെ പാറാവുകാരനുണ്ട്.
മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നരകത്തിലുള്ള ആളുകൾ കരയുന്ന ഒരു കരച്ചിലുണ്ട്. യാ മാലിക് ഖദ് നളജതു മിനൽ ജുലൂദ്, മാലികേ ഞങ്ങളെ തോലുകൾ കരിഞ്ഞു പോവുകയാണ്. യാ മാലിക് ഖദ് അസ്തല അലൈനൽ ഹദീദ്, മാലികേ ഈ ചങ്ങലയുടെ കനം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. യാ മാലിക് ഖദ് ഹഖ അലൈനൽ വഈദ്, മാലികേ ഞങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടുമെന്ന് കരുതിയ ശിക്ഷ വന്നുപോയി. മാലികേ യാ മാലിക് അഖ്രിജ്നാ മിൻഹാ ഫഇന്നാ ലാ നഊദ്, ഒന്ന് ഞങ്ങളെ പുറത്താക്കി തരുവോ, ഇനി ഒരിക്കലും ഇതിലേക്ക് കടക്കാൻ സാധ്യതയില്ലാത്ത നിലക്ക് ഒന്ന് നരകത്തുനിന്ന് പുറത്താക്കി തരുമോ? മാലിക് അലൈഹിസ്സലാമിനോട് കരയുകയാണ്. ഇല്ല ഇല്ല, എനിക്ക് സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ചിരിക്കാത്ത മലക്കാണ് മാലിക് അലൈഹിസ്സലാം. കാരുണ്യം കാത്തു നിൽക്കേണ്ടതില്ല, റഅഫത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. സങ്കടമാണ് നമ്മുടെ മുമ്പിലുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ടാ നരകത്തിലേക്ക് ആളുകൾ പോകൂല, നരകത്തിലേക്ക് ജനങ്ങൾ പോകൂല. പോകാത്ത സമയത്താണ് ഇന്ന ലദൈനാ അൻകാലം വജഹീമാ വതുഅമൻ ദാ ഗുസ്വതിൻ വഅദാബൻ അലീമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലയോ, പോകാത്ത ആളുകളെ കുടിക്ക് വലിക്കുന്ന ചങ്ങലയുണ്ട്. മേലെ അണ്ണാക്ക് വലിച്ചങ്ങ് കീറിയിട്ട് താഴെ അണ്ണാക്ക് നെഞ്ഞുവരെ പിളർത്തിയിട്ട് ചില ആളുകളുടെ നാവിങ്ങനെ നിലത്തൂടെ ആളുകളെ ചവിട്ടുന്നു, ചില ആളുകളുടെ നാവിങ്ങനെ വരിഞ്ഞു ചുറ്റുന്നു. മൂർദാവും പാതുങ്കാലും വലിച്ചു കെട്ടിയിട്ട് സബാനിയാക്കൾ നരകത്തിലേക്ക് വലിക്കുന്ന വലിയുണ്ട്. നഊദു ബില്ലാഹ്. കൊണ്ടുപോകുന്ന കെട്ടിന് കനം കുറഞ്ഞാൽ, അവന്റെ കെട്ടിന് കനം കുറഞ്ഞാൽ അവൻ ഹാവിയയിലേക്കാണ്. അവൻ കനം കുറഞ്ഞവനാണ്, നരകത്തിലേക്ക് പോവുക. കനമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്കാണ് പോവുക, സന്തോഷമുള്ള ജീവിതത്തിലേക്കാണ് പോവുക. ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഓഫറിന് വേണ്ടി അധ്വാനിക്കുന്നത് കാണുന്നില്ലയോ, ഓഫറിന് വേണ്ടി ഓടുന്നത് കാണുന്നില്ലയോ? ഇതിനേക്കാൾ നല്ല ഓഫർ ഇല്ല. ഇന്നി അഅ്തൈതു ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറൈനി ലകൈ ലാ യദുർറുഹും ദുൽമതാൻ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയാണ്, മൂസ നബിയെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് പ്രകാശം ഞാൻ നൽകിയിട്ടുണ്ട്. രണ്ട് ഇരുട്ടുകൾ അവരെ പ്രയാസപ്പെടുത്താതിരിക്കാനാണ്. മന്നൂറാനി യാ റബ്ബ്, ഏതേ എന്താ റബ്ബേ ആ രണ്ട് പ്രകാശം? അല്ലാഹുവിന്റെ മറുപടി, നൂറു റമളാൻ വ നൂറുൽ ഖുർആൻ. ഒന്ന് ഖുർആനിന്റെ പ്രകാശമാണ്, ഒന്ന് റമളാനിന്റെ പ്രകാശമാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ കലാം, അല്ലാഹുവിന്റെ കലാം അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ മാസം. ഈ മാസം സഹോദരങ്ങളെ, ഇതിനേക്കാൾ നല്ലൊരു ഓഫറിന് നമുക്ക് വരാനില്ല, ഇതിനേക്കാൾ വലിയൊരു ഓഫർ നമുക്ക് കിട്ടാനില്ല. ഇത് ലുലുവിന്റെ ഓഫർ പോലെയല്ല, ഒരു കമ്പനിക്കാരന്റെ പരസ്യം പോലെയല്ല, ഒളിഞ്ഞു പോകുന്ന കമ്പനിക്കാരൻ അവന്റെ കമ്പനി പിടിച്ചു നിർത്താൻ കൊടുക്കുന്ന ഓഫർ പോലെയല്ല. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓഫറാണ്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് വഹ്യ് കൊണ്ട് മാത്രമാണ്. തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് വഹ്യ് കൊണ്ട് മാത്രമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഓഫർ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ ഉമ്മത്തിന് ആദരിച്ചു നൽകിയ പരിശുദ്ധമായ ശഹ്റു റമളാൻ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10ലാണ് നമ്മൾ നിൽക്കുന്നത്. സഹോദരങ്ങളെ,
നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹുവിൽ നിന്നുള്ള അഫ്വ് നമ്മൾ പ്രതീക്ഷിക്കുകയാ. ഞാൻ പറയട്ടെ, ഒന്നാമത്തെ 10 കണ്ണു ചിമ്മിയിട്ട് ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ 10ഉം കണ്ണു ചിമ്മിപ്പോയി. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അങ്ങനെ ഒരു ദിക്ർ സംഘടിതമായി നമ്മൾ ഇനി ചൊല്ലണമെങ്കിൽ അടുത്ത വർഷത്തെ റമദാനു ശരീഫിലെ ചന്ദ്രപ്പിറവി ഉണ്ടാകണം. ആ സമയത്ത് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക? ആരൊക്കെയാണ് സമ്പാദിക്കാൻ കൂടെ കാണുക? അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, റബ്ബുൽ ആലമീനായ അല്ലാഹ്, എന്റെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങളൊന്ന് മാപ്പ് ചെയ്യണം അല്ലാഹുവിനോട് പറയുന്ന സമയത്ത് ഇമാമിന്റെ ബാക്കിൽ നിന്ന് ഒരു 3 തവണ കേരളീയ ശൈലിയിൽ എങ്ങനെ ചൊല്ലിപ്പോകുന്നുവെന്നതല്ലാതെ നമ്മുടെ നാവ് ദിക്റ് ചൊല്ലുമ്പോഴും നമ്മുടെ ഖൽബ് ഗഫലത്തിലല്ലേ സഹോദര? നമ്മുടെ ഖൽബ് അറിഞ്ഞിട്ട് ഒരൊറ്റ തവണ ഈ 22 രാവ് കഴിഞ്ഞില്ലയോ, 22 പകല് കഴിഞ്ഞില്ലയോ? ഞാൻ എന്റെ നഫ്സിനോട് തന്നെ പറയട്ടെ, ഈ വന്നിരിക്കുന്ന മഹാനായ തങ്ങളുപ്പാപ്പയുടെ അതുപോലെ വലിയ വലിയ ആലിമീങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അവരുടെ നസീഹത്തിന് വേണ്ടി കാതോർക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ 10 അല്ലാഹുവിനോട് കാരുണ്യം ചോദിച്ചപ്പോ ഒരൊറ്റ ദിക്ർ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. പാതിരാ സമയത്ത് അത്താഴത്തിന് എഴുന്നേറ്റപ്പോ, എഴുന്നേൽക്കുന്നത് അത്താഴം കഴിക്കുന്നതിന് മുമ്പോ ശേഷമോ ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് അല്ലാഹുവിലേക്ക് ആകാശത്തിലേക്ക് കൈ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് മുഴുവനും ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ഒന്ന് അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കുമ്പോ കൽബ് മുറിഞ്ഞിട്ട്, കരള് മുറിഞ്ഞിട്ട്, ആ കരള് മുറിഞ്ഞതിന്റെ അടയാളമാണ് കണ്ണിലൂടെ പുറത്തു വരേണ്ട കണ്ണുനീര്. ഒരു 2 തുള്ളി കണ്ണുനീര് 2 കണ്ണിൽ നിന്നും അരിച്ചിറങ്ങിയിട്ട് നമ്മുടെ മടിയിലേക്ക് ഇറ്റി വീണവരാരാ? ഒന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പാതിരാ സമയത്ത് 10 ദിവസം കഴിഞ്ഞില്ലയോ, 10 പകല് കഴിഞ്ഞില്ലയോ, രാത്രി കഴിഞ്ഞില്ലയോ, ഒരൊറ്റ ദിക്ർ ഖൽബ് തട്ടി പറയാൻ കഴിഞ്ഞവരാരാ? സഹോദരാ, രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ കണ്ണടക്കുന്നത് വരെ, ഉറങ്ങുന്നത് വരെ തെറ്റുകൾ എത്രയാണ് ചെയ്യുന്നത്? സുബ്ഹാനല്ല. അങ്ങനെ തെറ്റ് ചെയ്യുന്ന നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് കണ്ണ് നിറച്ചിട്ട്, കണ്ണ് നനഞ്ഞിട്ട്, ഖൽബറിഞ്ഞിട്ട് ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ കൂട്ടുകാരാ? മൂന്നാമത്തെ 10 നിൽക്കുക. ഈ മൂന്നാമത്തെ 10, ഈ മൂന്നാമത്തെ എഴുത്തുക്കും മിനന്നാറിന്റെ 10, ഈ വല്ലാത്ത അല്ലാഹുവിൽ നിന്നുള്ള അഫ്വ് കിട്ടാൻ പ്രതീക്ഷയോടെ കൈ ഉയർത്തുന്ന നമുക്ക് 2 ദിവസം കഴിഞ്ഞ് 21ന്റെ രാവും കഴിഞ്ഞു പോയതാണ്. ഒന്നും മനസ്സറിഞ്ഞിട്ട് അല്ലാഹുവിനോട് എഴുത്തുക്കും മിനന്നാർ ചോദിക്കുമ്പോ ഒന്ന് കണ്ണ് നനഞ്ഞു പോകുന്നവരാരുണ്ട്? ഇല്ല, ഇല്ല. വലിയ വലിയ ജീവികൾ അല്ലാഹുവിനെ പേടിച്ചിട്ട് കരയുകയാണ്. ആന ഇതുവരെ ചിരിച്ചിട്ടില്ല, സിംഹം ചിരിക്കുന്നില്ല, പശു ചിരിക്കുന്നില്ല. മനുഷ്യനോട് അല്ലാഹു പറഞ്ഞത് കുറച്ചു മാത്രം ചിരിക്കണേ, കൂടുതൽ കരയണേ എന്നാണ് നമ്മോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റഹ്മത്തും അദാബും ഓർമ്മിച്ചിട്ട് കണ്ണ് നനയുന്നില്ല. മാറ്റമുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. ഇനി വരുന്ന ദിവസങ്ങൾ വളരെ വളരെ കുറവാണ്. ഒന്നാമത്തെ ഗിയറിന്റെ സ്പീഡിലല്ല 2ാമത്തെ ഗിയർ ഇട്ടാൽ വണ്ടി ഓടുക, ആ സ്പീഡിലല്ല 3ാമത്തെ ഗിയറിൽ പോവുക. സഹോദര, ടോപ്പ് ഗിയറിലാണ് ഇപ്പൊ റമദാൻ ഉള്ളത്. കണ്ണ് തുറക്കുമ്പോഴേക്ക് റമദാൻ കഥ പറഞ്ഞിട്ട് തിരിച്ചു പോകും, റമദാൻ കണ്ണടച്ചിട്ട് തിരിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന ഈ അസുലഭ മുഹൂർത്തത്തില് കെട്ടി വെക്കാൻ പരിശ്രമിക്കാതിരുന്നാൽ, കൊണ്ടുപോകാനുള്ള കനമുള്ള കെട്ടുകൾ ഒന്ന് സംവിധാനിക്കാതിരുന്നാൽ പോകുന്ന സമയത്ത് ചിലപ്പോ ചാൻസ് കിട്ടൂലടോ സഹോദര. എത്രയാളുകളാണ് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയത്. ബഹുമാനപ്പെട്ട സുഹൈൽ സഅദി, അല്ലാഹു അദ്ദേഹത്തിന് ദറജേറ്റി കൊടുക്കട്ടെ, മോളൂര് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. തളിപ്പറമ്പുകാരനാണ്, ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്, അഭിവന്യരായ ശൈഖുനാ താജുശ്ശേരി അലിക്കുഞ്ഞി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദ് അവരുടെ ദർസിൽ പഠിക്കുന്ന നൗഷാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട SSFന്റെ കൂട്ടുകാരൻ എത്ര പെട്ടെന്നാണ് വിട പറഞ്ഞു പോയത്. ആ
സുഹൈൽ സഅദി ഇല്ലയോ, സുഹൈൽ സഅദിയുടെ വീട്ടിൽ ദിക്റിന്റെ ഹൽഖക്ക് ദുആഇന് നേതൃത്വം കൊടുത്ത തളിപ്പറമ്പ് നെരിക്കോട് സുന്നി സെന്ററിലെ മുഅല്ലിമും മുതഅല്ലിമുമായ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സയ്യിദ് ത്വാഹ തങ്ങൾ എന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ അന്ന് രാത്രിയിലാണ് റോട്ടിൽ നിന്ന് ചതഞ്ഞെറിഞ്ഞ് മരണപ്പെട്ടു പോയത്, ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയത്. ഓ സഹോദരങ്ങളെ, എന്റെ ഉസ്താദ് അഭിവന്ദനായ ശൈഖുന കാടാച്ചിറ ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ മഹാനവറുകളുടെ ദർസിൽ എന്റെ സീനിയറായി പഠിച്ചിരുന്ന അഷ്റഫ് ഫൈലി എന്ന് പറയുന്ന വയനാടുകാരൻ തങ്ങളുടെ വീടിന്റെ കുടിയലിന്റെ പരിപാടി തകൃതിയായി റമദാൻ 2 ദിവസം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ക്ഷീണം ബാധിക്കുന്ന അവിടെ തന്നെ കിടക്കുന്നു, മരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലയോ, പോകുമ്പോൾ ചിലപ്പോ വാങ്ങാൻ സാധനം കയ്യിൽ കാണൂല, പൈസ ചിലപ്പോ ഉണ്ടാകൂല, ചിലപ്പോ ഓഫർ ഉണ്ടാകൂല. ടിക്കറ്റ് കിട്ടിയാ പിന്നെ ഒരൊറ്റ പോക്കാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, തോളത്ത് കൈ വെച്ചുകൊണ്ട് പറയാണ്, മോനെ അബ്ദുല്ലാഹ്, ഇദാ അസ്ബഹത ഫലാ തൻതദിരിസ് സ്വബാഹ്, നേരം വെളുത്താൽ നീ സുബഹിയായാൽ നിനക്ക് പുലർച്ചെ ഉണ്ടായാൽ നീ നേരം വൈകുന്നേരമാകും, ഇരുട്ടാകും, നിനക്ക് രാത്രിയാകുമെന്ന് നീ കരുതണ്ട. വൈകുന്നേരമായാൽ ഇരുട്ടായാൽ രാത്രിയായാൽ കിടന്നുറങ്ങുമ്പോ നേരം വെളുക്കുമെന്നും നീ കരുതണ്ട. അത്ര പെട്ടെന്നാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമുക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പരിശുദ്ധമായ സമയം 23-ന്റെ രാവ്, അൽഹംദുലില്ലാഹ്, ഈ 10,000 ഒരുമിച്ച് കൂടിയത് ആദരണീയരായ സയ്യിദവറുകളുടെ ദുആഇനാണ്, ആദരണീയരായ തങ്ങളവറുകളുടെ നസീഹത്തിനാണ്. അവിടുത്തെ ദുആയിൽ പങ്കെടുത്താൽ ഈ ആയിരക്കണക്കിന് 10,000 ആളുകൾ ഒരു സ്വലാത്തില്ലേന് 10,000 സ്വലാത്താണ്. 10 ജില്ലയുടെ ഇരട്ടി 10 ഇരട്ടിയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ദിക്റ് ചൊല്ലിയാൽ, തസ്ബീഹ് ചൊല്ലിയാൽ, മഹാനായ തങ്ങന്മാര് ധാരാളം സാദാത്യങ്ങള്, എനിക്കറിയുന്നവർ തന്നെ ധാരാളം സാദാത്യങ്ങളുണ്ട്, ധാരാളം ആലിമീങ്ങളുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ നേതൃനിര അങ്ങനെ തന്നെയുണ്ട്. ഈ മഹത്തായ സദസ്സിൽ ഈ കടലിലെ ഒരു തുള്ളിയായിട്ട് എനിക്ക് അലിഞ്ഞു ചേരാൻ പറ്റിയാൽ ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഈ ബായാർ മജ്ലിസിലെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗങ്ങൾ മാറ്റമുണ്ടായ വലിയ ശിഫായിന്റെ അത്ഭുതങ്ങൾ പറയാൻ, ചരിത്രം പറയാനുള്ള ഈ ബായാറിന്റെ മജ്ലിസിലെ എത്രയോ സങ്കടപ്പെടുന്ന ആളുകളുടെ സങ്കടം അകന്നുപോയ ഈ ബായാറിന്റെ മജ്ലിസില് ഈ പരിശുദ്ധമായ 23-ാം രാവിലെ ഞാൻ സംഘടിച്ചാൽ, ഞാൻ അവിടെ പോയിട്ടൊന്നിരുന്നാൽ, ഞാൻ എത്ര മോശക്കാരനായാലും അവിടെയുള്ള മുഅ്മിനീങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമ്പോ എന്നെ മാത്രമല്ല തള്ളൂലല്ലോ എന്ന തിരിച്ചറിവിലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖബൂലിയത്ത് നൽകണം അല്ലാഹ്, സലാമത്ത് നൽകണം അല്ലാഹ്. ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്റിന്റെ സന്തോഷം ലഭിച്ചവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ സ്നേഹികൾ ആരൊക്കെയുണ്ടോ അല്ലാഹ്, ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ടവർ മുഴുവൻ ആളുകൾക്കും നീ ഇടം നൽകണം അല്ലാഹ്. ഈ റമളാനു ശരീഫിൽ കസലാന്മാരായി മടിയന്മാരായി കടന്നുറങ്ങുന്നവർ ഞങ്ങളെ ഒരാളെയും പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹു നമുക്ക് സ്വീകാര്യത നൽകട്ടെ.